നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫിംഗർ ആർട്ട് എപ്പിസോഡ് 1 പണ്ടൊക്കെ ചെറുപ്പത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു ബുക്ക് എടുക്കുക, അതിനകത്ത് ഒരു ബ്രാഞ്ചസും ഒരു ട്രീയും വരച്ചു കൊടുക്കും. നീളമുള്ളൊരു ഇത് വരച്ചു കൊടുക്കും. എന്താ പറയുക, തടിയോ അങ്ങനത്തെ സാധനം. തടി മാത്രം വരച്ചാൽ മതി. കണ്ടോ, കാണുമ്പോഴുണ്ടോ അറിയില്ല, കണ്ടോ, അത്രയും വരച്ചാൽ മതി. ബാക്കി ഫിഗർ കൊണ്ടിട്ടാണല്ലോ നമ്മൾ ചെയ്തത്. ഇനി ആ തടിക്ക് മാത്രം ക്രയോൺസ് കൊണ്ട് കൊടുക്കുക. ബ്രൗൺ കളർ കൊണ്ട് അത് അടിച്ചതിന് ശേഷം നമ്മുടെ ഈ കൈ മുക്കുമ്പോൾ മറ്റു കളറുണ്ടല്ലോ, ആ കളർ എടുക്കുക. പെയിൻ്റാണ് എടുക്കാൻ പറഞ്ഞത്. അധികം വെള്ളം എടുക്കണ്ട. എന്നിട്ട് കുപ്പിനകത്തുള്ള എടുത്തത് കേട്ടോ. വെള്ളം കുടിച്ചത് എനിക്ക് വേണ്ട കേട്ടോ. ഞാൻ ഓളാക്കിയത് തന്നെ മറന്നു പോയിപ്പിക്കുന്നത്. ഓക്കെയാണ് ഇത് അടി കാരണം അടിയിൽ വെച്ചാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കളർ കുറേ നേരമായില്ലേ കളറെടുക്കാന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്കൊരു വോയിസ് കേൾക്കില്ല. മഴയാണ്, നല്ല മഴയാണ്. വോയിസ് ഓവർ ചെയ്യുമ്പോൾ കേൾക്കാം. ഇനി നമ്മൾ കുറച്ച് വെള്ളം ടച്ച് ചെയ്യുക. അത് വേണ്ട കേട്ടോ, അതൊരു അരങ്ങി തുറന്നപ്പോഴത്തേക്കും ഇഷ്ടമുള്ള കളർ എടുത്ത് ഒരു ഫിഗറിനകത്ത് വെള്ളം ആക്കിയിട്ട് ഒരു ഇഷ്ടമുള്ള കളറിനകത്ത് ബുക്ക് കാട്ടും. കൈ ഞാൻ പേർപ്പിളിലാണ് ബുക്കുന്നത്. ബുക്കിയിട്ട് അതിൻ്റെ ട്രീയുടെ ഇലകളാക്കി മാറ്റാം. അതാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ നേരെ അത് ഇഷ്ടമുള്ള കളറിന് ബുക്കാട്ടോ. എന്നിട്ട് അതായത് കാണിക്കാതെ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ അപ്പോൾ ലീഫിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ഇങ്ങനെ മൊത്തം ചെയ്തിരുമ്പോൾ അവസാനത്തെ പുട്ട് കാണണ്ടേ. ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബൈ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. ദിസ് ഈസ് സുത്തരാമേഷ് സൈൻ.